77ാമത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 22-അംഗ ടീമുമായാണ് കേരളം സന്തോഷ് ട്രോഫി വീണ്ടെടുക്കാൻ തിരിച്ചുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ പരിശീലകൻ സദീവൻ ബാലനും ക്യാപ്റ്റൻ നിജോയും 24-നൊപ്പം ചേരുകയാണ്. സദീവൻ ബാലൻ, വലിയ പ്രതീക്ഷയാണ്, കിരീടം വീണ്ടെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50-ാം വാർഷികം, അങ്ങനെ വലിയൊരു കരുത്തുറ്റ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ഇത്തവണ അരുണാചലിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രാവശ്യത്തേക്കാളും ഒരു പ്രതികൂലമായ സാഹചര്യമാണ് അരുണാചലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ട്രോഫി തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2018 വിൻ ചെയ്ത ഇതും നമ്മൾ കേരളത്തിന് പുറത്തു വെച്ചാണ്, ബംഗാളിലാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അന്യ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയും ഭക്ഷണവും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ടീം ഓരോ കളി കഴിയും തോറും അവരുടെ ശരിക്കുള്ള പ്രകടനം പുറത്തെടുക്കുകയും സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വരെ എത്താനും കപ്പെടുക്കാനും സാധിക്കുമെന്നാണ് വിശ്വാസം. പ്രിലിമിനറി റൗണ്ടിൽ വലിയ പ്രകടനമാണ്, പ്രത്യേകിച്ച് ഗോൾ സ്കോറിംഗിൽ പതിവിൽ നിന്നിട്ട് വലിയ രീതിയിൽ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിംഗ് മോഡ്, അത്തരം ഇത് തന്നെയാണ്, അങ്ങനെ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും അരുണാചലിലും കാണാൻ സാധിക്കുക. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ആക്രമണ ഫുട്ബോൾ തന്നെയാണ് കളിക്കുന്നത്. ഇത് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് പോലെ അത് തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. പക്ഷേ ഗോവയിൽ അവസാന മത്സരത്തിൽ അവർക്ക് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരുടെ അത്രയും ഒരു പ്രഷർ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ കളിക്കാർ ഓൾറെഡി എല്ലാ മത്സരവും ജയിച്ചു വരികയും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായി കാണും, അല്ലെങ്കിൽ സമനില കൊണ്ട് നമുക്ക് കടന്നുകൂടാം എന്നുള്ളത് പ്ലേയേഴ്സിന്റെ മനസ്സിൽ കടന്നുകൂടിയത് കൊണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തത് തീർച്ചയായിട്ടും അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ്, ഗോവയെ തോൽപ്പിച്ച് വരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊരു പാഠമായിട്ട് എടുത്തിട്ട് ഇനിയുള്ള മത്സരങ്ങളിൽ അങ്ങനെയുള്ള സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്ലേയേഴ്സിന് ഓവർ കോൺഫിഡൻസ് വരാതിരിക്കാനുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ടൂർണമെന്റിൽ പരിഹരിക്കുക. ഗോവയും ഒപ്പം തന്നെ അസാമും അവരൊക്കെ അവരുടെ ഗ്രൂപ്പിൽ വലിയ ഗോൾ സ്കോറിംഗ് 21 ഗോളും സമ്പൂർണ്ണ ജയവുമായിട്ടൊക്കെ തന്നെയാണ് അവർ കടന്നുകൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരുത്തുറ്റ എതിരാളികൾ തന്നെയാണ്, നമ്മൾ ഒട്ടും മോശക്കാരല്ല എന്ന് തന്നെ വിചാരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ നാഷണൽ ഗെയിംസിൽ ഏതാണ്ട് 3 ടീമുകളും നമ്മളെ കൂടെ കളിച്ചിട്ടുള്ളവരാണ്. അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും എല്ലാം നമുക്കറിയാമെന്നുള്ള അവരുടെ കൂടെ ഒന്നും നമ്മളൊരു മോശമായ പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ള. ശക്തരായ എതിരാളികളോട് ശക്തമായ മത്സരം തന്നെയാണ് നമ്മുടെ ടീമുകൾ കാഴ്ചവെക്കുന്നത്. അതിനുള്ള കരുത്തും മനോധൈര്യം കളിക്കാർക്കുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തണുത്ത കാലാവസ്ഥയിലും ഹൈ ആൾട്ടിറ്റ്യൂഡിലുമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാനുള്ള ആ സമയം അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ടീമിനെയും നേരിടാനുള്ള കരുത്ത് ഈ ടീമിനുണ്ട്. ഇപ്പോൾ നിജോ കൂടി ചേർന്നു. നിജോ വലിയൊരു ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് വലിയൊരു പാരമ്പര്യമുള്ള ടീം, വലിയ പ്രതീക്ഷയാണ്. പ്രിലിമിനറി റൗണ്ടിലൊക്കെ വലിയ രീതിയിൽ കളിച്ചത് നിജോയ്ക്കും വ്യക്തിപരമായി വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പിന്നെ ടീം ഗെയിമാണ്, അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി കളിക്കുക, ജയിച്ച് കപ്പടിച്ച് വരിക എന്ന ലക്ഷ്യത്തോടെയാണ് അരുണാചലിലോട്ട് പോകുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ KPL അടക്കമുള്ള ടൂർണമെന്റുകളുടെ പശ്ചാത്തലത്തിൽ. എന്തെങ്കിലും തരത്തിൽ ടീമിന്റെ ഒത്തിണക്കം അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന ആശങ്കയുണ്ടോ? ഇല്ല, ഗ്യാപ്പ് ഒന്നും എന്നാൽ പോലും KPL മാച്ചിൽ എല്ലാ പ്ലേയേഴ്സും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പിന്നെ എല്ലാ പ്ലേയേഴ്സും ഫിറ്റാണ്. അതിനനുസരിച്ച് ഇപ്പോൾ ക്യാമ്പിൽ വന്നതിന് ശേഷം എല്ലാവരും പരസ്പരം മിങ്കിളാണ്. കാരണം ഇപ്പോൾ ആദ്യമായി കാണുന്ന പ്ലേയേഴ്സ് അല്ലല്ലോ, ഒരുപാട് മാസം മുമ്പേ ഒരുമിച്ച് ആയ പ്ലേയേഴ്സൊക്കെയാണ്. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നല്ല കോമ്പിനേഷനോട് കളിച്ച് ജയിച്ച് വരിക എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് കോച്ചും ക്യാപ്റ്റനും. 8ാം കിരീടമാണ് കേരളത്തിന്റെ ലക്ഷ്യം. അങ്ങനെ സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50-ാം വാർഷികത്തിൽ 8ാം കിരീടം കേരളം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ്, 24 ന്യൂസ്.